ഹലോ വെൽക്കം ബാക്ക് ടു മിനോസ് ഡയറി. അപ്പോൾ നമുക്കിന്നൊരു BDF ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ബീഫ് ഞാൻ നോക്കിയിട്ട് 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിനി ഇതേപോലെ തന്നെയാണ്, നമ്മളിനി കഷ്ണാക്കണ്ട, ഇച്ചിരി വലിയ പീസാക്കിയിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. ഞാനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. എരിവുള്ള മുളക് പൊടി ഒരു 2 സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിനി വേറെ ഉപ്പിടണം, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. അതിനുശേഷം ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 1/2 ഗ്ലാസ്സേ ഒഴിക്കുന്നുള്ളൂ, കാരണം നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം കിനിഞ്ഞിറങ്ങും. അപ്പോൾ ബീഫിന് തന്നെ വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം മതി. അതിനുശേഷം നമുക്ക് ഒരു ഹാഫ് ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്കത് ഫുള്ളായിട്ട് വേവണ്ട, ഒരു ഹാഫ് കുക്കഡ് ആയാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കതിൻ്റെ വിസിൽ കംപ്ലീറ്റ് പോകുന്ന വരെ നമുക്ക് അടച്ച് വെക്കണേ. അതിനുശേഷം അത് ബീഫ് തണുത്ത ശേഷം നമുക്കതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ബീഫിൻ്റെ സ്റ്റോക്കാണ്, ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കാണ്. ബീഫൊക്കെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എനിക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇടാം. അതിനുശേഷം 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളെത്തേക്ക് ഇത്ര ചേർക്കേണ്ട ആവശ്യമില്ല, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 1 സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തു. ഒരു നാരങ്ങയുടെ ഫുൾ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഉപ്പ് ബീഫ് വേവിക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ മാറ്റി വെച്ച ബീഫിൻ്റെ സ്റ്റോക്കാണ് നമ്മളിതിൽ ഒഴിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം വെള്ളം കൂടാതെ നോക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാൻ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബീഫ് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ നോക്കണേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ബീഫൊക്കെ മിക്സ് ചെയ്ത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 അവർ ഫ്രിഡ്ജിനുള്ളിൽ വെക്കാം കേട്ടോ. അപ്പോൾ 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കണം. ഒരുപാട് ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു BDF ആണ് കേട്ടോ ഇത്. അതിനുശേഷം നമ്മൾ ബീഫ് വറുത്ത് വരുന്ന സമയത്ത് ഇത്തിരി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വെക്കണമെങ്കിൽ ഒരു മണം വരുന്നുണ്ട്. സാരേപ്പിന് ചുറ്റിലൊന്നും കാണാൻ പറ്റില്ല. അടിപൊളി സാധനമാണ്, നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി വെക്കണം. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ BDFന്. അപ്പോൾ ഞാനിവിടെ നിന്നൊക്കെ വറക്കുമ്പോഴേക്കും ഏട്ടൻ വന്നിട്ട് എനിക്ക് ഉള്ളിയും ചെറുനാരങ്ങ കരിഞ്ഞിരുന്നുണ്ട് കേട്ടോ. അവൻ ക്യാമറ കണ്ടപ്പോൾ ഏട്ടൻ കണ്ണ് എരിഞ്ഞിട്ടാന്നറിയില്ല, അതോ ക്യാമറ കണ്ടപ്പോൾ മുഖം മറിക്കാന്നറിയില്ല, കണ്ണ് ഞാൻ പൊത്തിയിട്ടാ. നമ്മുടെ BDF ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.